ഇന്ന് ഞാൻ വേറെ ടൈപ്പ് വർക്കൗട്ടാണ് കേട്ടോ. ബോട്ടിലാണ്. ഇത് വർക്കൗട്ടുകൾ ഒരുപാടുണ്ട്. സ്റ്റിക്ക് ബോട്ടിലൊക്കെ ഉണ്ട്. സ്റ്റിക്കിൻ്റെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ബോട്ടിൽ എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ പ്ലെയിൻ ബോട്ടിലാണ്. അതായത് ഇതിനകത്തൊന്നുമില്ല. നമ്മൾ വെള്ളമൊക്കെ കുടിക്കാൻ മേടിക്കുന്ന 1 ലിറ്ററിൻ്റെ ബോട്ടിലുണ്ടാവുമല്ലോ, അതിൽ വെള്ളമോ മണ്ണോ നിറയ്ക്കുക. മണ്ണ് നിറയുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് കിട്ടും. നിങ്ങൾക്ക് തീരെ വെയിറ്റ് പറ്റില്ല എന്നുണ്ടെങ്കിൽ വെള്ളം നിറച്ചാൽ മതി. പക്ഷേ എങ്കിലും മണ്ണ് നിറയ്ക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. എന്നിട്ട് ഒരു ബോട്ടിൽ ഇപ്പോൾ എടുത്താൽ മതി. ഇതേപോലെ പുറകിൽ കൂടെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. തെറ്റ് ചെയ്ത് വയ്ക്കണ്ട. കഴുത്ത് കുനിച്ച് പിടിക്കാതെ നോക്കണം കേട്ടോ. അതുപോലെ കഴുത്തിന് നല്ലതാണ്. കഴുത്തിന് നമ്മുടെ കൈ ഇങ്ങനെ പുറകിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതിൻ്റെ ഉപയോഗം. പലർക്കും കൈയൊന്നും പൊന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ബ്രെയിൻ ഒരുപാട് വർക്ക് ചെയ്യും, കാരണം ശ്രദ്ധ കൂടും നമ്മുടെ. അങ്ങനെ ഒത്തിരി ഗുണമുണ്ട് കേട്ടോ. അത് സിമ്പിളായിട്ട് തള്ളിക്കളയേണ്ട, ഉറപ്പായിട്ടും ചെയ്തോളൂ കേട്ടോ. ഇതിപ്പോൾ എളുപ്പനെ പിടിക്കാൻ വേണ്ടിയിട്ട് നീളം കൂടിയ ബോട്ടിലൊന്നും ആരും എടുത്ത് ഉപയോഗിക്കേണ്ട. ഇതുപോലെ കഷ്ടപ്പെട്ട് തന്നെ പിടിക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ട്രൈ ചെയ്തല്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. ഈസിയാണ്. നമ്മൾ ശ്രമിക്കുന്നതോറും പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് വിട്ടുകൊടുത്താൽ മതി കൈ, അപ്പോൾ അത് വന്നോളും. അപ്പോൾ തിരിഞ്ഞെന്ന് കാണിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയില്ലെങ്കിൽ മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് വലിയ ബോട്ടിലൊന്നും എടുക്കാൻ നിൽക്കേണ്ട. 1 ലിറ്ററിൻ്റെ ബോട്ടിൽ, അതാണ് കറക്റ്റ് നമ്മുടെ ശരിക്കുള്ളത്. പിന്നെ ഇത് കണക്ക് ഇത് നമ്മളെ ബ്രസ്റ്റ് സാഗിങ്ങിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ബാക്ക് തിരിഞ്ഞെന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് കണക്ക് കണ്ടോ, ഇങ്ങനെ കഴുത്തിങ്ങനെ കുമ്പിട്ട് പിടിക്കണ്ട കേട്ടോ. ഇത് നമ്മുടെ കഴുത്തിന് എല്ലാം ഈ ചെയ്യുന്ന ഫുള്ള് നമ്മുടെ ബോഡി കംപ്ലീറ്റ്, അതായത് നമ്മൾ ആ വയറിൻ്റെ ഭാഗം വരെ നന്നായിട്ട് വർക്കാവുന്ന വെച്ചാൽ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് വർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് 2 ബോട്ടിലാണ്. എൻ്റെ 2 കണക്കത് ബോട്ടിലില്ലാത്തതാണ് ഞാൻ വേറെ ബോട്ടിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് രണ്ടിലും മണ്ണ് നിറയ്ക്കണം കേട്ടോ. അത് ഇതേ കണക്ക് നമ്മൾ ജിമ്മിലൊക്കെ ചെയ്യുന്ന ഒരു വർക്കാണ് കേട്ടോ. ഇത് അവിടെ ചെയ്യാറുണ്ട്. അത് നമ്മുടെ കൈയുടെ മസിലൊക്കെ ടൈറ്റാവാൻ നല്ലതാണ്. കയ്യിൽ നമ്മൾ കൊഴുപ്പൊക്കെ പോകും കേട്ടോ. ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് പാടായിരിക്കും, കാരണം വെച്ചാൽ നന്നായിട്ട് കഴയ്ക്കും കൈ നമ്മളിങ്ങനെ വെക്കും. അപ്പോൾ നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും എടുത്താൽ മതി കേട്ടോ. അതായത് ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ കാണിക്കും. ഇങ്ങനെ ഒന്ന് കുനിഞ്ഞിങ്ങനെ നിന്നിട്ട് മുന്നോട്ട് നിനക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബോട്ടിൽ എടുക്കുക. ഇതേ കണക്ക് ഞാൻ സ്ലോയിൽ നിന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ കറക്കി 2 കാലിൽ കൂടെ ഇങ്ങനെ കറക്കി എടുക്കുന്നുണ്ട്. കൈ കണ്ടോ ഇങ്ങനെ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ. ഇതുപോലെയാണ് ഞാൻ സ്ലോയിന് ഫസ്റ്റ് എല്ലാം നിൽക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ സ്പീഡിന് ചെയ്യണം. ഞാൻ എണ്ണം കുറച്ചാണ് കാണിക്കുന്നത്. ഞാൻ വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ. ഒരു 3 മിനിറ്റ് അങ്ങോട്ടേക്കെ ഉള്ളൂ ഇത്. അപ്പോൾ സ്കിപ്പ് ചെയ്താണ്ടിരിക്കാൻ നന്നായിട്ട് കാണുക കേട്ടോ. എന്നിട്ട് സ്പീഡിന് ചെയ്യണം. എണ്ണം നിങ്ങൾ കൂട്ടി ചെയ്തോളൂ. വീണ്ടും 2 ബോട്ടിലെടുക്കുക. ഇതേപോലെ ഇങ്ങനെ പുറകിലോട്ട് ഇങ്ങനെ. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ ചെയ്യണം കേട്ടോ. നമുക്കൊന്ന് തിരിഞ്ഞതായി ഇത് കണക്ക് ഇങ്ങനെ. ഇത് നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ല ഒരു എക്സസൈസാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് എളുപ്പനെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നുള്ളൂ. ബോട്ടിലില്ലാത്ത ഒരു വീടുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യുക. പിന്നെ വീണ്ടും ഒരു ബോട്ടിലെടുക്കുക. ഇതേ കണക്ക് വച്ചിട്ട് ഇങ്ങനെ ഉണ്ടോ. കാല് ശ്രദ്ധിക്കുക. ഇങ്ങനെ. ഇത് നമ്മുടെ ബെല്ലി ഫാറ്റിന് നല്ലതാണ്, നമ്മുടെ സൈഡ് ഫാറ്റിന് നല്ലതാണ്, കൈക്ക് നല്ലതാണ്, കാലിന് നല്ലതാണ്. ഫുൾ കോൺസെൻട്രേഷനാണ്. അപ്പോൾ ഈ എല്ലാ വർക്കുകളും അത്രയും ബെറ്ററാണ്. അപ്പോൾ ഇതുപോലുള്ള വർക്കൗട്ട് ഞാൻ വീണ്ടും വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് കൂടെ പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം.